നമ്മുടെ കളമശ്ശേരി നിർദ്ദിഷ്ട സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് വെറും 1 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ നല്ലൊരു പക്ക റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു 4 BHK വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. 4600 സെൻറ്റിലായിട്ട് 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി ഒരേ സമയം 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ശുദ്ധമായ കിണർ വെള്ളം കിട്ടുന്ന കിഴക്കോട്ട് ദർശനമായി വരുന്ന ഒരു വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ കളമശ്ശേരി ടൗണിലേക്കും കളമശ്ശേരി മെട്രോ സ്റ്റേഷനിലേക്ക് ഏകദേശം 5 കിലോമീറ്ററാണ് വരുന്നത്. കൂടാതെ പുളിഞ്ചോട് മെട്രോ സ്റ്റേഷനിലേക്ക് ഏകദേശം 3 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. കൂടാതെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും എടപ്പള്ളിയിലേക്കും എറണാകുളത്തിൻ്റെ ടൗണിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിൽ കൂടിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരു പക്ക റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒരു 10-12ഓളം വില്ലകൾ വരുന്നൊരു കമ്മ്യൂണിറ്റിയിൽ കൂടിയാണ്. ഇതിൻ്റെ ഇൻഡിവിജ്വൽ റോഡുകൾ എന്ന് പറയുന്നത് ഏകദേശം 7.5 മീറ്റർ വീതിയിൽ ഒരേ സമയം 2-3 വാഹനങ്ങൾ പാസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. കട്ട വിരിച്ച റോഡാണ് കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെബിൾ ടെക്സ്റ്ററുകളൊക്കെ കൊടുത്തിട്ട് ഒരു ബീഡിങ് വർക്ക് കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗേറ്റിൻ്റെ പില്ലറിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഗേറ്റ് ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു 12 അടിയോളം വരുന്ന സ്ലൈഡിങ് ഗേറ്റും ഒരു സൈഡിലേക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഫോൾഡിങ് ഗേറ്റുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു ഒരു കൊളോണിയൽ കണ്ടംപററി എലിവേഷൻ മിക്സ് ചെയ്തിട്ടുള്ള എലിവേഷനാണ് വീടിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. LED സ്പോട്ട് ലൈറ്റുകളും ലോവർ പാനലിങ്ങും ടൈപ്പ് സ്ട്രക്ചറൊക്കെ കൊടുത്ത് ഗ്ലാഡിങ് സ്റ്റോണിൻ്റെ വർക്കൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെ വീടിൻ്റെ എലിവേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു കവേർഡ് XUV പാർക്കിങ്ങിൻ്റെ പോർച്ച് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പോർച്ചിൻ്റെ സീലിങ്ങിലേക്കായിട്ട് ലോവർ പാനലിങ്ങും LED ലൈറ്റിങ്ങുകളും വരുന്നുണ്ട്. പോർച്ചിൻ്റെ ഭിത്തിയിലായിട്ട് ഒരു 3 വാളി വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി മുറ്റം മുഴുവനായിട്ട് കോബ്ലർ സ്റ്റോണാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൈൻ്റെ വർക്കുകൾ പെൻഡിങ് നിൽക്കുന്നുണ്ട്. എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച് നമുക്ക് നൽകുന്നതാണ്. ബിഹൈൻഡിലായിട്ട് ഗ്ലാഡിങ് സ്റ്റോണിൻ്റെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്, പ്ലാന്റ് ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്, പെബിൾസ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും അത്യാവശ്യം ഒരു 1.5 മീറ്റർ സെറ്റ് ബാക്ക് ഒക്കെ കൊടുത്തിട്ട് പ്ലാന്റ് ബോക്സൊക്കെ ഭംഗിയിൽ തന്നെ കോബ്ലർ സ്റ്റോണൊക്കെ വിരിച്ച് ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ അഡീഷണൽ പാർക്കിംഗ് സ്പേസിലേക്കാണ്. ഒരേ സമയം 2 വാഹനങ്ങൾ നമുക്ക് കോമ്പൗണ്ടിൽ കൊള്ളിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ട്. കോബ്ലർ സ്റ്റോൺ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. പ്ലാന്റ് ബോക്സുകളുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് ഗ്ലാഡിങ് സ്റ്റോണിൻ്റെ വർക്കുകൾ ഭിത്തിയിലായിട്ട് വരുന്നുണ്ട്. ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വടക്ക് കിഴക്കേ മൂലയിലായിട്ട് ഒരു ശുദ്ധമായ കിണർ വെള്ളത്തിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ KWA വാട്ടർ കണക്ഷൻ വരുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ്. സിറ്റ് ഔട്ടിൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു സ്റ്റെപ്പിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ സിറ്റ് ഔട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫ്ലോറിലായിട്ട് ഗ്രാനൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സീലിങ്ങിൽ നമ്മൾ പോർച്ചിൽ കണ്ട ലോവർ പാനലിങ്ങിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. അവിടെ നമ്മൾ ഫ്രണ്ട് ഡോറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.10 വീതിയിൽ വരുന്ന തേക്കൂട്ടിൽ തീർത്ത ഫ്രണ്ട് ഡോറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നൊരു ഫോയർ പോലത്തെ സ്പേസിലേക്കാണ്. അവിടെ നിന്ന് നേരെ നമ്മൾ ലിവിങ് സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. തെക്ക് ഭാഗത്തേക്കായിട്ടൊരു 4 വാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. കിഴക്ക് ഭാഗത്തേക്കും വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭിത്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നല്ല രീതിയിൽ വലിയ TV ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസുകളും നിഷിൻ്റെ വർക്കുകളും LED സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. പോകുന്ന പാസേജിലൊക്കെ നല്ല രീതിയിൽ പാർട്ടീഷൻ വർക്കുകളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 6 സീറ്ററോ 8 സീറ്ററോ ഡൈനിങ് ടേബിളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ മാറ്റ് ഫിനിഷ് ടൈലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു BG കളറിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി സ്റ്റെയറിൻ്റെ താഴ്വശത്തായിട്ട് ഒരു 4 വാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. നല്ല രീതിയിൽ ക്രോക്കറി ഷെൽഫുകളൊക്കെ ഭംഗിയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ ഡൈനിങ്ങിൻ്റെ ഒരു കോർണറിൽ വരുന്ന വാഷ് കൗണ്ടറിൻ്റെ ഏരിയയിലേക്കായിട്ടാണ് വരുന്നത്. ഒരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് വരുന്നത്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. ബിഹൈൻഡിൽ ഒരു മൊറോക്കോൺ ടൈലിൻ്റെ വർക്ക് വരുന്നുണ്ട്. കൂടാതെ ഒരു ലൈറ്റിംഗ് മിററിൻ്റെ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനും പില്ലർ കോക്കുകളൊക്കെ വരാനുണ്ട്. അത് സെറയുടെ തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലുള്ള കിച്ചണിലേക്കാണ് പോകുന്നത്. നല്ല രീതിയിൽ പാർട്ടീഷൻ വർക്കുകളൊക്കെ കൊടുത്തിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ സൗകര്യവും ഹാങ്ങിങ് ലൈറ്റുകളും നിഷിൻ്റെ വർക്കുകളും ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വടക്ക് കിഴക്കേ മൂലയിലുള്ള കിച്ചണിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ
എന്താ പറയുക, അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് കിട്ടുന്നത്. ഒരു എൽ ടൈപ്പിൽ വരുന്ന ഒരു G7 സ്ലാബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള കബോർഡ് വർക്കുകൾ വരുന്നുണ്ട്. കിഴക്ക് ഭാഗത്തേക്കും വടക്ക് ഭാഗത്തേക്കും വിൻഡോ സൗകര്യങ്ങൾ വരുന്നുണ്ട്. കൂടാതെ ഈ ഭാഗത്ത് കിഴക്ക് ഭാഗത്തേക്കായിട്ട് ചിമ്മണി വയ്ക്കാനായിട്ടുള്ള പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജുകൾ താഴെയും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സൗകര്യം വരുന്നത്. അത്യാവശ്യം വലിയൊരു ഫ്രിഡ്ജൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു വർക്ക് ഏരിയയൊക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഫ്ലോറിലായിട്ട് ഒരു മാറ്റ് ഫിനിഷ് ടൈല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിങ്കും ടാപ്പൊക്കെ വയ്ക്കാൻ പറ്റുന്ന സൗകര്യങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. അവിടെ വന്നിട്ട് നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 1ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് നമ്മൾ എത്തുന്നത്. തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വരുന്ന ബെഡ്റൂം സ്പേസ് തന്നെ സെയിം ടൈൽ പാറ്റേണിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. തെക്ക് ഭാഗത്തേക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കും വിൻഡോ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ബെഡ് ഹെഡ് റെസ്റ്റ് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൂടാതെ ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയും നല്ല രീതിയിൽ കബോർഡ് വർക്കുകളും എന്താ പറയുക ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യവും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ ഫിറ്റിങ്സുകളും കാര്യങ്ങളും എല്ലാം സെറയുടെ തന്നെയാണ് അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച് നമുക്ക് ബിൽഡർ നൽകുന്നതാണ്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ 2ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. വടക്ക് പടിഞ്ഞാറ് മൂലയിലായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. ഏകദേശം ഒരു 140ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ബെഡ്റൂമാണ്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും പ്രൊഫൈൽ ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തായിട്ടും വടക്ക് ഭാഗത്തായിട്ടും വിൻഡോ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ പാനലിംഗ് വർക്കുകളെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ നേരെ കബോർഡിൻ്റെ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ ബോട്ടം ടു ടോപ്പ് എൻഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പിളിൽ വരുന്നൊരു ബാത്റൂം തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെയിം ഫിറ്റിങ്സുകൾ തന്നെയാണ് ഇവിടെയും കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഭാഗത്തേക്കാണ്. ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുന്ന ഒരു സ്റ്റെയറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ടഫ് ആൻഡ് ഗ്ലാസ്സിൽ വുഡൻ ടോപ്പാണ് ഹാൻഡ് റെയിലിനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഫ്ലോറിലായിട്ട് വരുന്ന ഒരു വുഡൻ ഫിനിഷിൽ വരുന്ന മാറ്റ് ഫിനിഷ് ടൈലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 45ലാണ് ഡിസൈനിങ് ഒക്കെ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ സൈഡിലെ ഭിത്തിയിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ വരുന്ന ടെക്സ്ചർ വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വിൻഡോ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഡബിൾ ലൈറ്റ് ആയതുകൊണ്ട് ഹാങ്ങിങ് ലൈറ്റുകളുടെ സൗകര്യവും ഫാൻസി ലൈറ്റുകളുടെ സൗകര്യവും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹാൻഡ് റെയിലിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ടഫ് ആൻഡ് ഗ്ലാസ്സിൽ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയാണ് അപ്പർ ലിവിങ് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു എൽ ടൈപ്പിൽ വരുന്ന കോർണർ സെറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. TV യൂണിറ്റിൻ്റെ സൗകര്യം വരുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന വൈഡ് വിൻഡോ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് കഴിഞ്ഞാൽ ഒരു ഡ്രോപ്പ് ഔട്ട് ബാൽക്കണി നമുക്ക് വടക്ക് ഭാഗത്തേക്ക് വരുന്നുണ്ട്. UPVC പാനലിങ്ങിൽ ടഫ് ആൻഡ് ഗ്ലാസ്സിൽ കൊടുത്തിരിക്കുന്ന ഡോറുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബാൽക്കണി ഹാൻഡ് റെയിൽ വർക്കുകളൊക്കെ സേഫ്റ്റിയിൽ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ താഴെ കണ്ട ഹാൻഡ് റെയിലിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. കൂടാതെ ഈ സൈഡിലായിട്ടും വാഷ് കൗണ്ടറിൻ്റെ ഡബിൾ ലൈറ്റഡ് വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. സേഫ്റ്റിയിൽ ടഫ് ആൻഡ് ഗ്ലാസ്സിൽ വുഡൻ ടോപ്പ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് 3ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. തെക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. കിഴക്ക് ഭാഗത്തേക്കായിട്ട് 4 പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. തെക്ക് ഭാഗത്തേക്കായിട്ടും UPVC പാനലിൽ ടഫ് ആൻഡ് ഗ്ലാസ്സിൽ വരുന്ന വിൻഡോ സൗകര്യങ്ങൾ വരുന്ന ഒരു ഡ്രോപ്പ് ഔട്ട് ബാൽക്കണി കൺസെപ്റ്റിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ടഫ് ആൻഡ് ഗ്ലാസ്സിൽ SS-ൻ്റെ റെയിലാണ് ഹാൻഡ് റെയിലിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയും നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന കബോർഡ് വർക്കുകൾ നല്ലൊരു കളർ പാറ്റേണിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ നേരെ പോകുന്നത് വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം സ്പേസ് തന്നെയാണ്. സെയിം ഫിറ്റിങ്സുകൾ തന്നെയാണ് ഇവിടെയും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വാൾ മൗണ്ട് കൺസീൽഡ് ഫിറ്റിങ്സിനുള്ള ഓപ്ഷനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വാഷ് കൗണ്ടറിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്.
തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വരുന്ന ബെഡ്റൂം തന്നെ ആയതുകൊണ്ട് ഏകദേശം 150ഓളം സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. കന്നിമൂലയിൽ തന്നെയാണ് വരുന്നത്. നല്ല രീതിയിൽ കബോർഡ് വർക്കുകൾ ആ ഒരു ഭിത്തി മുഴുവൻ കിട്ടുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. വിൻഡോ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ബേ വിൻഡോ കൺസെപ്റ്റിൽ ഒരു കുഷൻ വർക്കുകൾ ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് 2 പാളി ഇവിടെ വിൻഡോ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഭാഗത്താണ് ഹെഡ് റെസ്റ്റ് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ്. ഒരു വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പിളിൽ വരുന്ന അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബാത്റൂം സ്പേസ് തന്നെയാണ് വരുന്നത്. ഫിറ്റിങ്സുകളെല്ലാം തീർത്ത് അവർ നമുക്ക് നൽകുന്നതാണ്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ഒരു കവേർഡ് യൂട്ടിലിറ്റി സ്പേസ് തന്നെയാണ്. കോൺക്രീറ്റ് ടോപ്പാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷൻസ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും കൊടുത്തിട്ടുണ്ട്. വടക്ക് ഭാഗത്തേക്കായിട്ട് സ്ലൈഡിങ് വിൻഡോസിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി സെർവൻ്റ് റൂമൊക്കെ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. അവിടുന്ന് ഡോറ് തുറന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ ടെറസിലേക്ക് പോകാനുള്ളൊരു ഇൻഡസ്ട്രിയൽ സ്റ്റെയറിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. സ്റ്റെയർ കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു വിശാലമായൊരു ടെറസ് ഏരിയ നമുക്ക് അവൈലബിൾ ആണ്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ ബാൽക്കണി സ്പേസിലേക്കാണ്. തെക്ക് കിഴക്ക് കോർണറിലായിട്ടാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് വരുന്നത്. അത്യാവശ്യം ഒരു ചെറിയ ബാൽക്കണി സ്പേസാണ് നമുക്ക് ഇവിടെ കവേർഡായിട്ട് കിട്ടുന്നത്. സീലിങ്ങിലായിട്ട് ലോവർ പാനലിങ്ങും LED ലൈറ്റിങ്ങുകളും കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിലിന് ടഫ് ആൻഡ് ഗ്ലാസ്സിൽ SS-ൻ്റെ റെയിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോർച്ചിൻ്റെ മുകളിൽ വരുന്ന ഒരു ഡൗണായിട്ടുള്ള ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും മാറ്റ് ഫിനിഷ് ടൈൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം ഒരു പ്ലാന്റ് ബോക്സുകളൊക്കെ വയ്ക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് ടോപ്പൊക്കെ ഇട്ട് റൂഫ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. അത്യാവശ്യം ഭംഗിയുള്ള ഒരു ബാൽക്കണി സ്പേസ് തന്നെ നമുക്കിവിടെ അവൈലബിൾ ആണ്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ കളമശ്ശേരി നിർദ്ദിഷ്ട സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നിട്ട് 1 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു 4 BHK വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂം, മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമായിട്ടാണ് വീട് കൊടുത്തിരിക്കുന്നത്. കൂടാതെ 2 വാഹനങ്ങൾ കോമ്പൗണ്ടിൻ്റെ അകത്ത് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. മുന്നിലൂടെ പോകുന്ന റോഡാണെങ്കിലും 7.5 മീറ്റർ വീതിയിൽ ഒരേ സമയം 3 വാഹനങ്ങൾ വരെ പാസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. കിഴക്ക് ദർശനത്തിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 4,600 സെൻറ്റ് ലാൻഡിലായിട്ട് 2,200 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 99 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിൾ ആണ്. കൂടാതെ എല്ലാ ബാങ്കുകളിൽ നിന്നിട്ടുമുള്ള ലോൺ സൗകര്യവും ലഭ്യമാണ്. ഇതുപോലൊരു വീട് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.